ഇന്ന് വൃശ്ചികം 12 കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണിന്ന്. വൃശ്ചികം 1 മുതൽ 12 വരെ ആയിരിക്കും. 12-നാണ് ലാസ്റ്റ് ഉത്സവം ഉണ്ടാവുക. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട്. പിന്നെ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു കേട്ടോ. വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി. അമ്മയൊക്കെ കുറച്ചുകൂടെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ കയറിയ ശേഷം രാവിലത്തേക്ക് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു. അതാകുമ്പോൾ വേഗം ആവുമല്ലോ. രാവിലെ തന്നെ അമ്പലത്തിലേക്കും എല്ലാവരും അമ്പലത്തിൽ പോട്ടോ. അപ്പോൾ പുട്ടാകുമ്പോൾ വേഗം ആവുമല്ലോ. അപ്പോൾ പുട്ടിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി പുട്ടൊക്കെ വേഗം തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കാനും പറ്റില്ല. കുട്ടികളുള്ള കാരണം അവർക്ക് വിശക്കുമല്ലോ. അവർക്കിപ്പോൾ അമ്പലത്തിൽ പോണതിന് മുമ്പാണെങ്കിലും ഫുഡ് കൊടുക്കണം. അമ്പലത്തിൽ പോയി തിരിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അവിടെ രാവിലെ തന്നെ നല്ല പരിപാടികളുണ്ടാവും. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. അതൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ പൂവുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇച്ചുവിന് എനിക്കുള്ള ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി അമ്പലത്തിലെത്തിയതും നിറപ്പറകളൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കണ കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൽ നല്ല വൈബായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. അമ്പലം നല്ല പോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. നാട്ടിലെല്ലാവരും അമ്പലത്തിൽ ഓരോ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലും കേട്ടോ. എല്ലാ അമ്മമാരും ചെറുപ്പക്കാരാണെങ്കിലും പൂരം ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ അമ്പലത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളവിടെ എത്തി. തൊഴുവലൊക്കെ കഴിഞ്ഞു അമ്പലത്തിൻ്റെ രാവിലെ തന്നെ അമ്പലത്തിൽ പൂരങ്ങളുണ്ടാവുമല്ലോ. പൂതത്തറ അങ്ങനത്തെ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണാൻ വേണ്ടി കയറി. അമ്പലത്തിൻ്റെ നേരെ മുകളിൽ തന്നെ കേട്ടോ അതൊക്കെ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഭൂതങ്ങളും പിന്നെ ആൽത്തറയുടെ ചുറ്റും വലം വയ്ക്കും ആനയും ഭൂതങ്ങളൊക്കെ കൂടിയിട്ട് നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചുമോനാണെങ്കിൽ ആനേനൊക്കെ പേടിയാണ്. അവന് എല്ലാവരും പേടിയാണ് ആനനെ. പക്ഷേ ഈ ഭൂതം അതിനൊന്നും പേടിയില്ല. അപ്പോൾ അവൻ്റെ ഭൂതത്തിനെ കാണിക്കുക പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുപോയി കാണിക്കുക കേട്ടോ. വേറെ എല്ലാതും പേടിയാണ്. അപ്പോൾ രാവിലത്തെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അമ്പലത്തിൽ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അമ്പലത്തിൽ പോയി തിരിച്ചു വന്നിട്ടാട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കുട്ടീസൊക്കെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. തിരക്കായത് കാരണം കൊണ്ട് കുറച്ച് ക്ലിപ്സ് മാത്രമേ കേട്ടോ ആഡ് ചെയ്തുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ വേല ഉണ്ടാവുമല്ലോ പൂരം. അത് കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. വേലടൊപ്പമൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ സന്ധ്യ ആയിട്ടോ. കുറേ നേരം അവിടെ നിന്നു. ഇച്ചൂരാണെങ്കിൽ ഈ ബലൂൺ കണ്ടിട്ടേ നല്ലോണം ഇഷ്ടപ്പെട്ടു. അവൻ കുറേ നേരം ആ ബലൂൺ നോക്കിയിരിക്കുന്നു. വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ലൈറ്റിങ്ങും ആ തിളങ്ങണമൊക്കെ കണ്ടപ്പോൾ അവൻ അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. ഇതിന് വലിയ പേടിയില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ അവന് പേടിയാണ്. എപ്പോഴും കരയും. അതെല്ലാവരും ചോദിക്കും എന്താ മുടി വെട്ടാത്തത്. ആൾക്കാരൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷെ മുടി വെട്ടാനൊക്കെ അവന് പേടിയാണ്. എത്ര സലൂണിൽ കൊണ്ടുപോകില്ല ആ മുടി വെട്ടാൻ അയക്കില്ല. അങ്ങനെ ഓരോരോ പേടി കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അതിനിടയ്ക്ക് ഐസ്ക്രീമൊക്കെ വേണം പറഞ്ഞു. ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും മേഡത്തിയമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ മക്കൾക്ക് ഇത് വാങ്ങിക്കൊടുക്കുക തന്നെയാണല്ലോ പണി. ചേച്ചിയോളാണെങ്കിൽ അവൻ്റേതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ദീപാരാധന ടൈം ചുറ്റുവിളക്കിൻ്റെ ടൈമായപ്പോൾ അമ്പലത്തിൽ അവിടേക്ക് ഒന്ന് ഇറങ്ങിയിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചുറ്റുവിളക്കിന് ചിരാതൊക്കെ തെളിയിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു. കുട്ടികളെ കൊണ്ട് ആ തിരക്കെന്നൊക്കെ ഇങ്ങനെ മാറിപ്പോന്ന് കണ്ടിരുന്നു കേട്ടോ. ദേവിയുടെ നടയിലേക്ക് കയറുന്ന ഭാഗത്ത് ചുവന്ന പട്ടും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് വേട്ടൈ തിരുമകൻ എന്ന് പറഞ്ഞിട്ടാട്ടോ. അവിടെ കറുത്ത പട്ടും കൊണ്ടൊക്കെ ആയിട്ടാ ആ നടഭാഗം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വേലയൊക്കെ കഴിഞ്ഞ് പൂരം ഒതുങ്ങി രാത്രി ബാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇത് പൂരത്തിൻ്റെ അവസാനമൊക്കെ കേട്ടോ. ചിലവരൊക്കെ ബാല കഴിഞ്ഞാൽ വീട്ടിൽ പോകും. ചിലവരൊന്നും പോയില്ല. ഈ ടൈം ആകുമ്പോൾ തിരിച്ചിട്ടൊരു 12-12:30 സമയത്ത് അരിയേറ് പറഞ്ഞുള്ള ചടങ്ങുണ്ട് കേട്ടോ. ആ വർഷത്തേക്ക് ഫുള്ളായിട്ട് ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അരിയേറിന് വേണ്ടിയിട്ടുള്ള ചടങ്ങ് കേട്ടോ. എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ ടൈം ആകുമ്പോഴത്തേന് അമ്പലത്തിലെത്തും കേട്ടോ പുലർച്ചെ സമയത്ത്. അപ്പോൾ തലയിൽ ഏറ്റിച്ചുള്ളത് അരി എറിയാൻ വേണ്ടിയിട്ടുള്ള അരി കേട്ടോ. അപ്പോൾ കുറേ ടൈം തലയിൽ വെക്കണം. ഏട്ടനാട്ടോ അത് എടുക്കാറ്.
നല്ല വ്രതമൊക്കെ എടുത്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അരിയേറ് കഴിയണതിൻ്റെ കൂടെ തായമ്പാക ഉണ്ടാവും, കുറേ സമയം ഉണ്ടാവും തായമ്പാക. അതൊക്കെ കണ്ട് എല്ലാവരും അത് കഴിയണവരെ നിൽക്കും കേട്ടോ. അതൊക്കെ കണ്ടിട്ട് എല്ലാവരും വീട്ടിൽ പോകും. ഇതോടെ കൂടിയിട്ട് പൂരം, ഈ വർഷത്തെ പൂരം അവസാനിക്കുകയാണ്. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാട്ടോ, പൂരത്തിനും ഉത്സവത്തിൻ്റെ ആ ഒരു ഇതിനും വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.